ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വെള്ളിയാഴ്ച ജുമുഅ എന്ന് പറയുന്നത് ഫർളാണ്. പെരുന്നാൾ നിസ്കാരം ഒന്നുകിൽ വാജിബ് അല്ലെങ്കിൽ സുന്നത്ത് മുഅക്കദ. രണ്ട് മദ്ഹബിലും അങ്ങനെയാണുള്ളത്. സുന്നത്തിന് വേണ്ടി ഫർദിനെ ഉപേക്ഷിക്കാൻ വകുപ്പില്ല. പെരുന്നാൾ നമസ്കാരം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഉള്ളതല്ല. പട്ടണങ്ങളിൽ മാത്രമേ പെരുന്നാൾ നമസ്കാരമുള്ളൂ. ഗ്രാമങ്ങളിലൊന്നും പെരുന്നാൾ നമസ്കാരം ഇല്ല. അപ്പൊ ഈ ഗ്രാമവാസികളായ ആളുകളൊക്കെ പെരുന്നാൾ നമസ്കാരത്തിന് പട്ടണത്തിൽ വരണം. വന്നാലേ നമസ്കരിക്കാൻ പറ്റുള്ളൂ. മദീനായുടെ പരിസരത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദുൻ നബവി അല്ല, അന്ന് പെരുന്നാൾ നമസ്കരിക്കുന്ന സ്ഥലം മുസല്ലൽ ഈദ്, മദീനത്തേക്ക് വരും. അവിടെ വന്നാണ് എല്ലാവരും വന്ന് പെരുന്നാൾ നമസ്കരിക്കുന്നത്. കാരണം പെരുന്നാൾ നമസ്കാരം എന്ന് പറയുന്നത് മോമിനീങ്ങൾ, ഒരു പ്രദേശത്തുള്ള മോമിനീങ്ങൾ മുഴുവൻ പേരും ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ്. അപ്പം മോമിനീങ്ങൾ അവരുടെ ശക്തി മറ്റുള്ളവരെ കാണിക്കുക, അവരുടെ പരസ്പര ബന്ധവും അവരുടെ ഷൗക്കത്തും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക, ഇസ്ലാമിൻ്റെ എതിരാളികൾക്ക് ഇവരുടെ ശക്തിയും മറ്റും കാണാനും അവസരം കിട്ടുക, ഇതിനൊക്കെയാണ് പെരുന്നാൾ നമസ്കാരത്തിന് എല്ലാവരും വന്ന് കൂടണമെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമസ്കാരമില്ലാത്ത ഹൈദുകാരികളായ പെണ്ണുങ്ങളെ കൂടെ കൊണ്ടുവരണം, അവർ നമസ്കരിക്കാതെ മാറി നിന്നോട്ടെ, പക്ഷെ പൊതുവായ ദുആയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അവർ പങ്കെടുക്കട്ടെ. അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളെയും കൊണ്ടുവരണം, എല്ലാവരെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ്. ആണും പെണ്ണും എല്ലാവരും മുഴുവൻ മുസ്ലിമീങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ വലിയ ഒരു സംഘത്തെ കണ്ട്, ഓ, മുസ്ലിമീങ്ങൾ ഇത്രയും ആളുകളുണ്ടോ എന്ന് മറ്റുള്ളവർ കാണണം. അവരുടെ സൗഖ്യം അത് പ്രകടിപ്പിക്കുക എന്നുള്ളതും മുസ്ലിമീങ്ങളുടെ ഒത്തൊരുമയും അവരുടെ സംഘടിത ശക്തിയുമെല്ലാം പ്രകടമാക്കുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ടാണ് പെരുന്നാൾ നമസ്കാരത്തിന് ഒരു വഴിയിൽ കൂടെ പോയി വേറെ വഴിയിൽ കൂടി തിരിച്ചു വരണം എന്ന് പറഞ്ഞേക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തുമുള്ള ആളുകൾക്ക് ഈ സൗഖ്യത്തും ഈ മുസ്ലിമീങ്ങളുടെ ഒത്തൊരുമയും എല്ലാം കാണിക്കാനും ഒക്കെ വേണ്ടി. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് പെരുന്നാൾ നമസ്കാരം പല സ്ഥലത്ത് നമസ്കരിക്കാതെ ഒരേ സ്ഥലത്ത് തന്നെ എല്ലാവരും വന്ന് കൂടണമെന്ന് പറഞ്ഞാണ് മസ്ജിദുൻ നബവിയിൽ പോലും പെരുന്നാൾ നമസ്കരിക്കാതെ ഈദ്ഗാഹില് മുസല്ലായിൽ വന്ന് നമസ്കരിക്കുന്നത്. അവിടെയാണെങ്കിലേ എല്ലാവർക്കും വന്ന് കൂടാൻ പറ്റുള്ളൂ. മസ്ജിദിലാണെങ്കിൽ അതിൽ കൂടുന്നവർക്കേ സാധിക്കുകയുള്ളൂ. അങ്ങനെ പല സ്ഥലത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് മദീനയിൽ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ദൂരെ ഉള്ളവർ മസ്ജിദ് ഖുബായുടെ ഭാഗത്ത്, ഖിബ്ലത്തൈനിയുടെ ഭാഗത്ത് ഉള്ളവരെല്ലാം, അങ്ങനെ ദൂരെ താമസിക്കുന്നവരുമെല്ലാം മദീനയിൽ നിന്ന്, മദീനയുടെ അവാലി ഉണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ താമസിച്ചിരുന്നത് ഈ അവാലിയിലാണ്. ഹദീസിൽ വരുന്നുണ്ട്, മദീനയിൽ അവാലി എന്ന് പറയുന്നത് അവാലിയുടെ അങ്ങേ അറ്റത്തുള്ള ഭാഗമൊക്കെ മദീന മസ്ജിദുൻ നബവിയിൽ നിന്ന് 7-8 കിലോമീറ്റർ അകലെയാണ്. 7-8 മൈൽ അകലെയാണ്. 7-8 മൈൽ അകലെ എന്ന് പറഞ്ഞാൽ 10-15 കിലോമീറ്റർ അകലത്തിൽ വരും. അപ്പൊ അത്രയും ദൂരെയുള്ള ആൾക്കാരെല്ലാം ഇവിടെയാണ് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വരുന്നത്. അതുപോലെ അതിൻ്റെ മറ്റ് പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗ്രാമീണരായ ആളുകളുണ്ട്. അവരും പെരുന്നാൾ നമസ്കാരത്തിന് മദീനയിലേക്ക് വരും. അപ്പം വെള്ളിയാഴ്ച പെരുന്നാളായാൽ ഈ ഗ്രാമവാസികളായ ആളുകൾക്ക് അവിടെ പെരുന്നാൾ നമസ്കാരമില്ല, അവിടെ അവർക്ക് ജുമാ നമസ്കാരം നിർബന്ധവും ഇല്ല. കാരണം ജുമാ നമസ്കാരത്തിന് മിസ്റായിരിക്കണം, പട്ടണമായിരിക്കണം എന്നാണ് നിയമം. ഗ്രാമങ്ങളിൽ ആരെങ്കിലും 5-6 പേര് കൂടി ഒന്നും ജുമാ നിസ്കരിക്കാൻ പറ്റൂല, അവർക്ക് ജുമാ നിർബന്ധവും ഇല്ല. അങ്ങനത്തെ ആളുകളെല്ലാം പെരുന്നാൾ നമസ്കാരത്തിന് വരുമ്പോൾ പെരുന്നാൾ നമസ്കാരം രാവിലെ നടക്കും. പിന്നെ അവര് തിരിച്ചു പോയിട്ട് വീണ്ടും ജുമായ്ക്ക് രണ്ടാമത് വരിക എന്നുള്ളത് അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്, എളുപ്പമല്ല. അവരുടെ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് രണ്ടാമതും ജുമായ്ക്ക് വരിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയുള്ള ആളുകളെടുത്ത് പറഞ്ഞു, രണ്ടിലേതെങ്കിലും ഒന്ന് മതി. ഒന്നിലെ നിങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് വന്നാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാം, പോയിട്ട് പിന്നെ ജുമായ്ക്കും കൂടെ നിങ്ങൾ വീണ്ടും അവിടെ നിന്ന് വരേണ്ട ആവശ്യമില്ല, വരണ്ട. കാരണം അവർ പട്ടണത്തിൽ വന്നു, ഇവിടെയാണ് ഉള്ളത്. രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം പകലാണ് പെരുന്നാൾ നമസ്കരിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് അവിടെ വന്ന ആളുകൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ഗ്രാമത്തിൽ പോകുമ്പോഴാണ് അവർക്ക്
ജുമാ നിർബന്ധമില്ലാതെയാകുന്നത്. ഇപ്പൊ നിലവിൽ അവർ പട്ടണത്തിലാണ് ഉള്ളത്. പട്ടണത്തിൽ ഉള്ളപ്പോൾ അവർക്ക് ജുമാ നിർബന്ധമാണ്. കാരണം ഇവിടുന്ന് പോകാൻ പാടില്ല. രാവിലെ ആയല്ലോ, നേരം വെളുത്ത് കഴിഞ്ഞ് ഫജറായി കഴിഞ്ഞാൽ പിന്നെ ജുമാ നമസ്കാരം നിർവഹിക്കാതെ പോകരുത്, യാത്ര പോലും പാടില്ല എന്നാ നിയമം. അപ്പൊ അവരെ തിരിച്ചു പോകാൻ പാടില്ല, അവർക്ക് ജുമാ നമസ്കരിച്ചിട്ടേ പോകാവുള്ളൂ. പക്ഷെ ജുമാ നമസ്കാരം വരെ അവർ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് രാവിലത്തെ ആഹാരം കഴിക്കാനോ മറ്റൊന്നും പറ്റൂല, അതിനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അവർ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് വീണ്ടും ഒന്നും കൂടി ജുമായുടെ സമയത്ത് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അന്നത്തെ സംബന്ധിച്ച്. ഇന്നത്തെ മാതിരി ബൈക്കിൽ കയറി 10 കിലോമീറ്റർ പോയാൽ 15 മിനിറ്റ് കൊണ്ട് എത്തും. ജുമായ്ക്ക് വരണമെങ്കിൽ ഇവിടെ ഇമാമി മിമ്പറിൽ കയറുമ്പോൾ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാലും ഇവിടെ വന്ന് ഖുത്ബ തീരണതിന് മുമ്പായിട്ട് തിരിച്ച് ജുമായ്ക്ക് വന്ന് കൂടാൻ പറ്റും. അങ്ങനത്തെ സംവിധാനമൊന്നും വന്നില്ല, സാധിക്കില്ല, പോയിട്ട് വരാൻ എളുപ്പവുമല്ല. അങ്ങനെയുള്ള ആളുകളെടുത്ത് നിങ്ങൾ ജുമായ്ക്ക് പെരുന്നാൾ നമസ്കാരത്തിന് ഇവിടെ വന്നാൽ പിന്നെ ജുമായ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല, പോയിട്ട് തിരിച്ചു വരണ്ട. നിങ്ങൾ പോകണമെന്നുള്ളവർ പോയിക്കോ, പോച്ച് പിന്നെ ജുമായ്ക്ക് വരേണ്ട ആവശ്യമില്ല, അവർക്ക് ബഹർ നമസ്കരിച്ചാൽ മതി. ഇനി അഥവാ നിൽക്കുന്നെങ്കിൽ ജുമാ നമസ്കരിച്ചിട്ട് പോകണം. ഇനി പെരുന്നാൾ നമസ്കാരത്തിന് അവർ വന്നില്ല, പെരുന്നാൾ നമസ്കാരത്തിന് വരാൻ പറ്റാത്തവരാണെങ്കിൽ അവർ ജുമായ്ക്ക് വന്നാൽ മതി. ഇങ്ങനെ ജുമാ രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയാൽ ഏതെങ്കിലും ഒന്നിന് കൂടിയാൽ മതി എന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അല്ലാണ്ട് മദീനയില് പെരുന്നാൾ ദിവസം മസ്ജിദുൻ നബവിയിൽ ജുമാ നമസ്കരിക്കാതെ ഇരുന്ന ഒരു സംഭവം ആരിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. അങ്ങനെ എങ്ങാനും പെരുന്നാളിന് ജുമാ വേണ്ടാന്നെങ്ങാനും തീരുമാനിച്ചിരുന്നുവെങ്കിൽ ആ കാര്യം പരസ്യമായിട്ട് എല്ലാവരും അറിയുന്ന തരത്തിൽ വരണ്ടേ. അങ്ങനത്തെ ഒരു റിവായത്തുകളും ഒരു സ്ഥലത്തും എവിടെയും വന്നിട്ടില്ല. മസ്ജിദുൻ നബവിയിൽ വെള്ളിയാഴ്ച പെരുന്നാളായതുകൊണ്ട് ജുമാ നമസ്കാരം ഒഴിവാക്കി എന്ന് പറഞ്ഞ് എവിടെയും വന്നിട്ടില്ല. അങ്ങനെയൊന്നും മദീനയിൽ സംഭവിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള ആളുകളെടുത്ത് നിങ്ങൾ ജുമായ്ക്ക് കൂടണ്ട, ജുമായ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതാ. ഏതെങ്കിലും ഒന്ന് മതിയെന്ന്. അല്ലാതെ പെരുന്നാൾ നമസ്കാരം വീട്ടിന്റെ മുറ്റത്ത് പള്ളിയുള്ളവർക്ക് നിസ്കരിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം ചുറ്റുമുള്ളവർ പിന്നെ ജുമാ അന്ന് മുടക്കിയിരിക്കും, എല്ലാവരും ജുമായ്ക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയും അങ്ങനെ നിയമവും ഇല്ല, അങ്ങനെ ഫുഖഹാക്കളും ആരും പറഞ്ഞിട്ടില്ല. ഇതാണ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞതിനാണ് അങ്ങനത്തെ ആൾക്കാരെടുത്ത് പറഞ്ഞതാണ്. പട്ടണത്തിൽ താമസിക്കുന്ന, പള്ളിയുടെ ചുറ്റും താമസിക്കുന്നവർക്ക് ജുമാ മുടക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനത്തെ അസൗകര്യമൊന്നും ഇപ്പം ആർക്കും ഇല്ല. ഇന്നത്തെ കാലത്ത് പെരുന്നാൾ നമസ്കരിച്ചിട്ട് എങ്ങോട്ട് പോകണമെങ്കിലും മനുഷ്യനക്ക് പോകാം. കാരണം എവിടെ പോയാലും ജുമാ കിട്ടും. ജുമായ്ക്ക് സൗകര്യമുണ്ട്, എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. അവൻ്റെ പള്ളിയിൽ തന്നെ മാലിയിൽ തന്നെ നിസ്കരിച്ചോളണമെന്നോ അല്ലെങ്കിൽ ജുമായ്ക്ക് ഇവിടെ തന്നെ കാത്തു നിൽക്കണമെന്നോ ഒന്നും നിയമവും ഇല്ല. അങ്ങനെ അസൗകര്യവും ഇല്ല. ഇന്ന് എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. അതുകൊണ്ട് ജുമാ മുടക്കാൻ വേണ്ടിയിട്ട് പെരുന്നാളിൻ്റെ അന്ന് എന്തെങ്കിലും ഒന്ന് നിസ്കരിച്ചാൽ മതി എന്നല്ല. ഒന്നാമത് ജുമാ എന്ന് പറയുന്നത് ഫർളാണ്, പെരുന്നാൾ നമസ്കാരം നഫിലാണ്. ഒന്നിലെ വാജിബ് അല്ലെങ്കിൽ സുന്നത്ത് മുഅക്കദ, ഏതാണെങ്കിലും ഫർളിന്റെ സ്ഥാനമില്ല. ഒരു വാജിബിന് വേണ്ടി ഫർളിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. തറാവി നിസ്കാരം കൊണ്ടൊന്നും പറഞ്ഞ് ഇശാ നിസ്കരിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്ന് പറഞ്ഞ കാര്യമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അതിൻ്റെ. അല്ലാതെ മസ്ജിദിന്റെ പേരിൽ ജുമാ ഒഴിവാക്കിയതായിട്ടൊന്നും എവിടെയും വന്നിട്ടില്ല. അങ്ങനെയൊന്നും ജുമാ ഒഴിവാക്കാമൊന്നുമില്ല. ഇങ്ങനത്തെ ആളുകളെടുത്ത് ജുമായ്ക്ക് വേണമെങ്കിൽ എന്താ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കൂടിയാൽ മതി. രാവിലെ പെരുന്നാൾ നിസ്കരിച്ചിട്ട് പിന്നെ പള്ളിയിൽ പൂട്ടി എല്ലാവർക്കും പോകാൻ വെള്ളിയാഴ്ചയാണെങ്കിൽ എന്നല്ല, അതൊന്നും എവിടെയും വന്നിട്ടില്ല എന്നതായിട്ട് നമുക്കറിഞ്ഞുകൂടാ.